അങ്ങനെ അമേരിക്കൻ വിപണിയിൽ ജിം ക്രാമറിൻ്റെ പ്രവചനം ഫലിച്ചു. അപ്പോൾ കറുത്ത തിങ്കൾ, രണ്ടാമത്തെ കറുത്ത തിങ്കളായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഇതുപോലെ സംഭവിച്ചത് 1987 ഒരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതായത് ഏപ്രിൽ 2 CNBC ചാനലിൽ മാഡ് മണി എന്ന ഷോ അവതരിപ്പിക്കുന്നതിനിടെ ജിം ക്രാമർ ഒരു പ്രവചനം നടത്തി. ജിം ക്രാമർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അമേരിക്കൻ ടെലിവിഷൻ അവതാരകനാണ്, കൂടാതെ ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജറുമാണ്. CNBC ചാനലിൽ മാഡ് മണി എന്ന പരിപാടിയുടെ അവതാരകനാണ്. അദ്ദേഹമാണ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് 1987 കറുത്ത തിങ്കളാഴ്ചയ്ക്ക് സമാനമായാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. ആഗോള വിപണിയിലെല്ലാം ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ യുദ്ധത്തിന് അവധി കൊടുത്ത് മറ്റു രാജ്യങ്ങളുമായി രമ്യതയിലെത്തിയില്ലെങ്കിൽ വൻ തിരിച്ചടിയാകും ഫലമെന്നായിരുന്നു ജിം ക്രാമറിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ പ്രവചനം. അതുപോലെ സംഭവിച്ചു. കാരണം തിങ്കളാഴ്ച ക്രാമറിൻ്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ശരിയായി. വിപണിയിൽ തകർച്ചയുടെ കുത്തൊഴുക്കാണ് സംഭവിച്ചത്. അതായത് US മുതൽ യൂറോപ്പിലെയും ഏഷ്യയിലെയും വിപണിയിൽ ഇതിൻ്റെ പ്രതിഫലനം അനുഭവപ്പെട്ടു. അതായത് ഗൾഫ് കൺട്രിയിലെ വിപണികൾക്ക് പോലും കാലിടറി. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജിം ക്രാമറിൻ്റെ കറുത്ത തിങ്കൾ പ്രവചനത്തെക്കുറിച്ചാണ് ചർച്ചകൾ ആയിട്ട് അത് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ 1987 എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അവിടെ ഒരു കറുത്ത തിങ്കളുണ്ടായിരുന്നു. ഓഹരി വിപണി ചരിത്രത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ട ദിവസമാണ് 1987 ആ ദിവസം. ലോകത്ത് ചിലയിടങ്ങളിൽ കറുത്ത ചൊവ്വയെന്നും ആ സംഭവം അറിയപ്പെടുന്നു. അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഡൗ ജോൺസ് ഇൻഡസ്ട്രീസ് ആവറേജ് ഏകദേശം 22% തകർച്ച ഉണ്ടായത്. അതോടെ S&P 500 അത് ഏകദേശം 30% ഒറ്റ ദിവസം കൊണ്ട് താഴ്ത്തത്. ഈ സംഭവത്തിന് ശേഷമാണ് തകർച്ചകളുടെ ആഘാതം കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തകർന്ന് 30 അതിൽ മേലെ തകരുമ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ആഘാതം കുറയ്ക്കാനായിട്ട് സർക്യൂട്ട് ബ്രേക്കർ സിസ്റ്റം നടപ്പിലാക്കിയത് ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അതായത് വിപണിയിൽ അപ്രതീക്ഷിതമായി വലിയൊരു ഇടിവ് സംഭവിക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്തേക്ക് വ്യാപാരം ഓട്ടോമാറ്റിക്കായി നിർത്തിവെക്കുന്ന സംവിധാനം ആണ് ഈ സർക്യൂട്ട് സംവിധാനം. 1987 ആദ്യ പകുതിയിൽ US ഉൾപ്പെടെ ഓഹരി വിപണി വലിയ കുതിപ്പായിരുന്നു രേഖപ്പെടുത്തി. ഓഗസ്റ്റ് ആയപ്പോൾ ഏകദേശം 7 മാസം കൊണ്ട് വിപണി ഏകദേശം 44% നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് വിപണി നീർക്കുമിള പോലെ എപ്പോൾ വേണമെങ്കിലും തകരാമെന്ന ആശങ്ക നിക്ഷേപകരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് US വ്യാപാരക്കമ്മി വർദ്ധിച്ചതും ഡോളറിൻ്റെ മൂല്യം ഇടിയുന്നതും. ഒക്ടോബർ 16 വെള്ളിയാഴ്ച വിപണി ക്ലോസ് ചെയ്ത് നിക്ഷേപകരുടെ ആശങ്ക ക്രമാതീതമായി ഉയർത്തിയിരുന്നു. രാജ്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വ്യാപാരക്കമ്മി കുറയ്ക്കുന്നതിനായി US ഡോളറിൻ്റെ മൂല്യം കുറയ്ക്കുമെന്ന വിപണി അവധി ദിവസമായ ഒക്ടോബർ 17 ശനിയാഴ്ച US ട്രഷറി സെക്രട്ടറി ജെയിംസ് ബേക്കറിൻ്റെ പ്രസ്താവനയും എത്തി. അപ്പോൾ കൂനിൽമേൽ കുരുവായി. ഇതോടെ വലിയ വിൽപ്പന സമ്മർദ്ദം അതിൻ്റെ പീക്ക് ലെവലിലെത്തി. 19 തിങ്കളാഴ്ച, അതായത് കറുത്ത തിങ്കൾ, ആ നിക്ഷേപകർ പേടിച്ച ആ സംഭവം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ആ വീഴ്ച ഒക്ടോബർ മാസം മുഴുവനും നീണ്ടു നിന്നു. അതുകൂടാതെ നവംബറിൻ്റെ ആദ്യ പകുതി വരെയും അത് തുടർന്നു. പ്രധാനപ്പെട്ട ഓഹരികളുടെ എല്ലാം വിപണി മൂലം ഏകദേശം 20% കൂടുതൽ ഇടിയുകയും ചെയ്തു. ആ സമയത്ത് ഓഹരികളുടെ വാങ്ങലും വിൽക്കലും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ അധിഷ്ഠിതമായി മാറ്റിയതും ഇടിവിന് കാരണമായി എന്നും പറയുന്നു. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് വലിയ ഒരു ഇടിവാണ് ആ സമയത്ത് സംഭവിച്ചത്. ക്രാമർ പറയുന്നത് ട്രംപ് തൻ്റെ തീരുമാനത്തിൽ ഇളവ് വരുത്തണമെന്നാണ്. അതായത് വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ കടുത്ത തീരുവകളിൽ മാറ്റം വരുത്താൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ 1987 വലിയ തിരിച്ചടിയാകും നേരിടേണ്ടി വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇതുപോലെ വലിയ ഇടിവുകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഇടിവുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10% മേലെ ഇടിവ് നോക്കിക്കഴിഞ്ഞാൽ 1992 ഏപ്രിൽ 28 ഹർഷത് മേത്ത കുംഭകോണം ആ സമയത്ത് ഏകദേശം 12% കൂടുതൽ ഇടിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 2000 ഒക്ടോബറിലും വലിയ ഇടിവുണ്ടായിട്ടാണ്. അത് കേദർ പരേഖ് എന്ന ട്രേഡറുടെ
കുംഭകോണത്തിൻ്റെ ഫലമായി ഏകദേശം വലിയ നിലയിലും നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കോവിഡ്, 2000 മാന്ദ്യം, അങ്ങനെ പല പല പ്രശ്നങ്ങളിലും ഇടിവുണ്ട്. പക്ഷേ ഈ രണ്ട് ഇടിവ് ആണ് ഏറ്റവും വലിയ ഇടിവ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിട്ടുള്ളത്.